ഇതിനൊരു 2 ആഴ്ച മുമ്പ് നിങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയിൽ അനിശ്ചിതകാല ഉപവാസം. എന്തിനു വേണ്ടിയിട്ടാ? 1, പോലീസ് നയം തിരുത്തുന്നത് വരെ സമരം. 2, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം, അതുവരെ സമരം. എന്തിനാ സമരം? ഈ 2 കാര്യം പറഞ്ഞ് നിയമസഭയിൽ അനിശ്ചിതകാല MLA-മാരുടെ ഉപവാസം. എന്നിട്ട് പോലീസ് നയം തിരുത്തിയോ മിസ്റ്റർ? ഇവിടെ ആഭ്യന്തരമന്ത്രി, ഈ രാജ്യത്ത്, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞോ? ആഭ്യന്തരമന്ത്രി രാജിവെച്ചോ? എന്നിട്ട് എന്തിയെ നിങ്ങളുടെ MLA ഉപവാസം അവസാനിപ്പിച്ചത്? ആ MLA-മാർ 2 ദിവസത്തിനുള്ളിൽ ഒന്ന് നേരെ തിരിച്ചു വന്ന് സീറ്റിൽ ഇരുന്നില്ലേ? ആ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച് കൊട്ടിഘോഷിച്ച് പോയിട്ട് നിങ്ങളുടെ MLA-മാർ പോലും കൂടെ നിൽക്കാതെ ആ സമരത്തെ പൊളിച്ച് കൈ കൊടുത്തില്ലേ? ഈ സാഹചര്യം നമ്മൾ കണ്ടതല്ലേ? ഈ 9.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏത് കാര്യമാണ് ശരിയാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? ഹൈക്കോടതി തന്നെ എത്ര തവണ പറഞ്ഞു ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ കാര്യം അഭിലാഷേ, ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് എന്താ നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്നത്? ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഏതോ വമ്പന് കൊടുത്തു, എനിക്കറിയാം എന്നതാണ് പറയുന്നത്. ഈ ഹൈക്കോടതി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വർണം കൊണ്ടുപോയി മറ്റൊരു വമ്പന് കൊടുത്തു, അത് എനിക്കറിയാം, അത് ഇന്നയാള് പറയണമെന്നാ പറയുന്നത്. ഇപ്പൊ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അറിയാമെങ്കിൽ അത് ഈ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ, ഇന്നയാൾക്കാണ് കൊടുത്തത്, ഇന്നയാളാണ് കൊണ്ടുപോയത്, ഈ അന്വേഷണത്തെ സഹായിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എനിക്കറിയാം എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹം പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോ ഇവിടെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടന്നാൽ അത് ആരിലേക്ക് എത്തുമെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നയാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ VD സതീശൻ. നമ്മൾ കണ്ടില്ലേ, സോണിയാഗാന്ധിക്ക് അടുത്ത് പോയി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു, വലിയ പൊതി കൊടുക്കുന്നു, താഴെ ഒരു ചാക്കിരിക്കുന്നു, ഇപ്പുറത്തൊരു സഞ്ചി ഇരിക്കുന്നു. അതുപോലെ തന്നെ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശിന് കൊണ്ടുപോയി ഒരു പൊതി കൊടുക്കുന്നു, 2 പൊതി അടുത്തിരിക്കുന്നു. ഈ പടങ്ങളൊക്കെ കണ്ടതാ. ആ സമയത്ത് അവർ പറയാ മുഖ്യമന്ത്രിക്ക് ആംബുലൻസ് കൊടുത്തില്ലേ? ഇത് ശബരിമലയ്ക്ക് കൊടുത്ത, ഭീമ ജ്വല്ലേഴ്സ് കൊടുത്ത ആംബുലൻസ് ഏറ്റുവാങ്ങിയതിനെ വെച്ചാ ഇവർ കൗണ്ടർ ചെയ്യുന്നത്. ഇതിലൊന്നും ഈ പൊതിയിൽ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ് എന്ന് ബോധ്യമുള്ള പ്രതിപക്ഷ നേതാവാണ്. ഈ അന്വേഷണം പാടില്ല, CBI വന്നം. ഒരേ 2 ശരീരം, പക്ഷെ ഒരേ ശബ്ദ, ഒരേ ടൂണിലുള്ള ശബ്ദ. എന്താ BJP-യുടെയും കോൺഗ്രസിന്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസി വരട്ടെ. ഇവിടെ നമുക്കറിയാം ഏത് ഏജൻസി ഇവിടെ വന്നും നിരവധി അന്വേഷണം നടത്തി. വന്നതൊക്കെ വലിയ വാർത്തയായി. സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വാർത്തയായി. എപ്പോഴാ ഇവർ തിരിച്ചുപോയേ? എപ്പോഴാ ഇവർ അന്വേഷണം അവസാനിപ്പിച്ചേ? ഏതെങ്കിലും കേസിൽ കുറ്റപത്രം കൊടുത്തോ? ഈ കഴിഞ്ഞ 5-6 വർഷമായി നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.